നമ്മളെ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വണ്ണം കുറക്കാൻ നോക്കാം. പെട്ടെന്ന് വണ്ണം കുറക്കാൻ നമ്മുടെ അടുത്തൊരു ഐഡിയ ഉണ്ട്, പറഞ്ഞു കൊടുക്കല്ലേ? പെട്ടെന്ന് വണ്ണം കുറക്കാൻ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഐഡിയ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം എന്താ നമുക്ക് നോക്കാം, അതിന്റെ ഭവിഷ്യത്തുകളും നമ്മളിവിടെ പറയാൻ പോവാണ്. പെട്ടെന്ന് വണ്ണം കുറക്കാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ പെട്ടെന്ന് വണ്ണം കുറക്കുന്നത് ആരോഗ്യപരമായ രീതിയല്ല. പക്ഷെ ആരോഗ്യപരമായിട്ട് വണ്ണം കുറക്കാൻ മറ്റു പല വഴികളുമുണ്ട്. അതാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രെയിനർ അടുത്ത് വന്നിട്ട് സാധാരണ നമ്മളോടൊക്കെ പറയുന്ന ആളാണ്, എൻ്റെ അടുത്ത മാസം എൻ്റെ കല്യാണമാണ്, 10 ദിവസമുള്ളൂ 15 ദിവസമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതാണ് ഇവർക്ക് ഒരു ഫ്രൂട്ട് ഡയറ്റ് ഒക്കെ കൊടുക്കുക, ഫ്രൂട്ട്സ് മാത്രം അടങ്ങിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കാണ്ടുള്ള ഡയറ്റ് എടുക്കുക. ഇതിലൊക്കെ വരുന്നുള്ള വലിയ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ആരോഗ്യപരമായിട്ട് വണ്ണം കുറയ്ക്കാനുള്ള 3 മാർഗങ്ങളാണ്. 1 സമീകൃതമായ ആഹാരം, 2 വ്യായാമം, 3 മാനസികാരോഗ്യം. ഇത് 3 ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. ഒരിക്കലും ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് വേണം കുറക്കുക, അല്ലെങ്കിൽ മീറ്റ് മാത്രം കഴിച്ചിട്ട് വേണം കുറക്കുക. അതൊന്നുമല്ല, നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് കഴിക്കണം. എല്ലാം ബാലൻസ് ആയിരിക്കണം നമ്മുടെ ഫുഡിൽ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ കാർബ്സ് ആയാലും അതുപോലെ ഫൈബർ ആയാലും പ്രോട്ടീൻ ആയാലും എല്ലാം തുല്യമായിരിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ ലോസ് വരും. നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ എന്നുള്ളത് ശരിക്കും ഊർജ്ജം എന്നുള്ളത് ശരിക്കും കാർബാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെയാണ്. നമ്മുടെ ബോഡി റീചാർജ് ചെയ്യണമെങ്കിൽ ഈ ഊർജ്ജം വേണം. ഊർജ്ജം കിട്ടണമെങ്കിൽ കാർബ് കഴിക്കണം. വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ. അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയൂല. അപ്പം നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ലോങ് ടേമിലേക്കുള്ള ഡയറ്റ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു മാസം എടുത്ത് ഡയറ്റ് എടുത്തിട്ട് പിന്നെ ഒന്ന് മടുക്കുന്ന രീതിയിൽ നമ്മൾ ഡയറ്റ് എടുക്കാൻ പാടില്ല. നമുക്ക് ഡെയിലി ലൈഫിൽ എന്താണോ കിട്ടുക, അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്താണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ ഡെയിലി ഒരാൾ ഫ്രൂട്ട് കഴിക്കുക, ഡെയിലി ചിക്കൻ കഴിക്കുക, ഡെയിലി ബീഫ് കഴിക്കുക, ഈ ഒരു പ്രവണത തുടർന്ന് കഴിക്കുന്നെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ലോങ് ടേമിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നത് റോങ് ആണ്. കാരണം ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല ഫുഡാണ്. പക്ഷേ നമുക്ക് മതിയായ പോഷകങ്ങൾ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ബാലൻസ് ചെയ്ത് ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് മതിയായ പോഷകങ്ങൾ കിട്ടുള്ളൂ. മീറ്റിൽ നിന്ന് കിട്ടേണ്ട പോഷകങ്ങളുണ്ട്, അത് കിട്ടണം. ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടണം, അത് കിട്ടണം. വെജിറ്റബിൾസ് എന്നുള്ളത് കിട്ടണം. കാർബ് കിട്ടണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇതെല്ലാം ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിൽ വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്തു പോകേണ്ട മറ്റൊരു കാര്യമാണല്ലോ എക്സസൈസ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പം സാധാരണ നടക്കാൻ പോകുന്നവർ കുറേ ആളുകളുണ്ട് നമ്മൾ കാണുന്നത്. അവർ നടക്കാൻ മാത്രമാണ് പോകുന്നത്. അതുപോലെ ഓടാൻ പോകുന്നവരുണ്ടാവില്ല. ഓടൽ മാത്രമായിരിക്കും അവരുടെ പരിപാടി. പിന്നെ സ്വിം ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റു വീട്ടിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. അവര് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഡെയിലി നടക്കാൻ പോകാറുണ്ട്, ഞങ്ങൾ ഡെയിലി നീന്താൻ പോകാറുണ്ട്. പക്ഷെ ലാസ്റ്റ് ഇവരോട് ഡോക്ടേഴ്സ് പറയും, നിങ്ങളെ മസിൽസ് ഭയങ്കര ലോസ് ആണ്, നിങ്ങൾ ജിമ്മിൽ പോകണം, നിങ്ങളെ മസിൽസിന് എന്ത് വേണം? ശക്തി വേണം. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് സ്ട്രെങ്ത് കൂട്ടണം എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ബാലൻസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകേണ്ട മറ്റൊരു കാര്യമാണ് എക്സസൈസ്. ഒരിക്കലും നമ്മള് അതും ബാലൻസ് ആയിരിക്കണം. നടത്തവും ചാട്ടവും പിന്നെ നീന്തലൊന്നും വർക്കൗട്ട് അല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ വർക്കൗട്ട് തന്നെയാണ്, നമ്മുടെ കാർഡിയോ വർക്കൗട്ട് പെട്ടതാണ് അതൊക്കെ. പക്ഷെ നമ്മുടെ മസിൽസിന്റെ ബലവും മസിൽ വളരണമെങ്കിലും ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ നമ്മുടെ മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറഞ്ഞു വരിക. അതിന് സ്ട്രെങ്ത് കൂട്ടി കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത്. മറ്റതും അതിന്റെ കൂടെ തന്നെ ചെയ്യണം. അപ്പൊ ഈ ഫുഡ് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വർക്കൗട്ടും ബാലൻസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വീക്ക് ആവരുത്. നിങ്ങളുടെ ഫുഡും വർക്കൗട്ടും ഭക്ഷണം പോലെ തന്നെ വർക്കൗട്ടും ഇത് പറഞ്ഞ ഫുഡും അതുപോലെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇത് 3ഉം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അല്ലാതെ വണ്ണം കുറയ്ക്കാൻ പ്രത്യേകിച്ച് എളുപ്പ വഴികളൊന്നുമില്ല, ഈസി വേ ഇല്ല. കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ.